പോളണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്ന് പറയുന്നതിനുള്ള കാരണം ഞാൻ പറയാം. പോളണ്ടിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾക്കൊരു തെറ്റില്ലാത്ത ജോലിയുണ്ട്, തെറ്റില്ലാത്ത മണിക്കൂറുകൾ ആ ജോലി സ്ഥലത്ത് കിട്ടുന്നുണ്ട് എന്നാണെങ്കിൽ മാസാവസാനം ഏറ്റവും കുറഞ്ഞത് ഒരു 1.10, 1.20, ഒരു 70,000 മേലെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് റിയാലിറ്റിയാണ്. 70 മേലെ കേട്ടോ. ഞാൻ കൃത്യം പറയാത്തത്, പല സ്ഥലങ്ങളിലും പല എമൗണ്ടാണ് പേ ചെയ്യണേ. നമുക്ക് എന്തായാലും താൽക്കാലികമായിട്ട് 70K പ്ലസ് INR നിങ്ങൾ കൂട്ടാം. അപ്പം അതിൽ നിന്ന് ഒരു റെൻറ്റ് ഇപ്പം മിക്കതും വെയർ ഹൗസ് അങ്ങനത്തെ സെറ്റപ്പിനൊക്കെ ബേസ് ചെയ്തെന്ന് ഞാൻ പറയണേ. അതിനപ്പുറത്തേക്കുള്ള കൊമ്പന്മാരിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ലക്ഷങ്ങളിലേക്ക് പോകും. അവർക്ക് എങ്ങനെ പ്ലാൻ ചെയ്താലും ഇല്ലെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 70-75 കിട്ടിയ ഒരാൾക്ക് അതിൽ നിന്ന് ഒരു 10-15,000 രൂപ അക്കോമഡേഷനും ഒരു 15,000 രൂപ ഫുഡ്, ബാക്കി എല്ലാ ചിലവും കൂടി പോകും. ഒരു 30 എങ്ങനെ വന്നാലും അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇത്രയും പോവില്ല, നിങ്ങൾ ഒന്നുകൂടി പിടിച്ചു കഴിഞ്ഞാൽ അതിലും കുറച്ചേ പോവുള്ളൂ. ഞാൻ തെറ്റില്ലാണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിൽ വെച്ചാണ് ഞാൻ പറയണത്, എൻ്റെയും കൂടി ഒന്ന് കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 30-32 എന്തായാലും പോകും. ബാക്കി എത്രയുണ്ട് നിങ്ങൾ പറയൂ? 40-43 എങ്ങനെ വന്നാലും ബാക്കിയുണ്ട്. 75 വെച്ചാണ് ഞാൻ കൂട്ടറേ. അപ്പം അത്രയും ബാക്കി കിട്ടും. ആ ബാക്കിയുള്ളത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ബാക്കിയുള്ളതും ചിലപ്പോൾ ഉള്ള അത്യാവശ്യങ്ങളിൽ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം യൂറോപ്പാണ്, തൊട്ടാ പൊള്ളും. യൂറോ വെച്ചിട്ടുള്ള കളി